Welcome to Account Academy. My dear students and friends, today in this class I would like to discuss ledger posting. What is meant by ledger posting? Ledger posting. Ledger means book of accounts. That means book containing accounts. There may be various types of ledgers depending upon the size, nature, type of the organization. There may be general ledger, there may be debtors ledger, creditors ledger, like that. Now simply you understand ledger means what? Book containing accounts. Posting, recording in the ledger is called the posting. That is a technical term. Ledger posting, we can say that recording entries in the ledger account is called ledger posting. But how we can do this ledger posting? That is the point which we are going to discuss today. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്? ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എൻട്രീസ് നമ്മുടെ മനസ്സിൽ വരികയും ആ എൻട്രീസ് ഏതൊക്കെ അക്കൗണ്ടുകളായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയുകയും ആ അക്കൗണ്ടുകൾ എങ്ങനെ നമ്മൾ അത് ലെഡ്ജറിലേക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെയാണ് ആ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഒന്ന്, നമുക്കറിയാം ഓരോ ട്രാൻസാക്ഷനിലും എന്താ ഉള്ളത്? 2 അക്കൗണ്ട്സിലുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഡിറ്റർമൈൻ the accounts involved in the transaction. ട്രാൻസാക്ഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള അക്കൗണ്ട് ഏതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക. എന്നിട്ട് രണ്ടാമത്തേത് സെലക്ട് ദി അക്കൗണ്ട് in which we are going to record or post. പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏത് അക്കൗണ്ടിലേക്കാണ്, ഏത് അക്കൗണ്ടിലാണെന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. നെക്സ്റ്റ്, ഫൈൻഡ് ദ ആസ്പെക്ട് ദ അക്കൗണ്ട് ഹാസ് ഗോട്ട് ഇൻ ദ ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ ഏത് ആസ്പെക്റ്റാണ് കിട്ടിയിരിക്കുന്നത് നോക്കുക. അടുത്ത സ്റ്റെപ്പ്, ഫൈൻഡ് ദ പ്ലേസ് റെപ്രസെൻറ്റിംഗ് ദാറ്റ് ആസ്പെക്ട് in the account. ആ അക്കൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആസ്പെക്റ്റ്, അതായത് ഈ പറയുന്ന തരത്തിൽ ഏത് ആ ആസ്പെക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്ലേസ് ഏതാണ് എന്നുള്ളത്, ആ അക്കൗണ്ടിൽ ഏതാണ് നമ്മൾ നോക്കുക. ദെൻ റിക്കാർഡ് ദി അതർ എൻട്രി ഇൻ ദാറ്റ് പ്ലേസ്. ഇത്രയും സ്റ്റെപ്സാണുള്ളത്. ഒന്ന്, എന്താ ചെയ്യുക? ഡിറ്റർമൈൻ ദ അക്കൗണ്ട്സ്, ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഉള്ളത് നമ്മൾ നോക്കുക. 2, നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നോക്കുക. ആ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിന് ഈ ട്രാൻസാക്ഷനിൽ ഏത് ആസ്പെക്റ്റ് കിട്ടിയെന്ന് നോക്കുക. ആ ആസ്പെക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്ലേസ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പ്ലേസിൽ അതർ അക്കൗണ്ട് ഇൻവോൾവ് കാണിക്കുക. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്സ്. ഇത്രയും സ്റ്റെപ്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പോസ്റ്റിംഗ് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. പോസ്റ്റിംഗ് ചെയ്യുന്നത്, ഒന്ന്, ഡിറ്റർമൈൻ ദ അക്കൗണ്ട്സ്, ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഈ ട്രാൻസാക്ഷനിൽ മിനിമം നമുക്കറിയാം 2 അക്കൗണ്ട്സ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്കായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ അക്കൗണ്ടിനെ സെലക്ട് ചെയ്യുക. ആ അക്കൗണ്ടിന് ഏത് ആസ്പെക്റ്റ് കിട്ടിയെന്ന് നമ്മൾ നോക്കുക. എന്നാൽ ആ അക്കൗണ്ടിന് ഈ ആസ്പെക്റ്റിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന സൈഡ് ഏതാണെന്ന് നമ്മൾ നോക്കുക. ആ സൈഡിൽ
അതർ അക്കൗണ്ട് ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റേ ട്രാൻസാക്ഷൻസ് നമ്മൾ ആ സൈഡിൽ കാണിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിന് ഓൾറെഡി വി എക്സ്പ്ലെയിൻ ദാറ്റ് രണ്ട് സൈഡുണ്ട്. ടി ഫോമാണ്, രണ്ട് സൈഡുണ്ട്. ലെഫ്റ്റ് സൈഡ് ഓൾവേസ് റെപ്രസെൻറ്റ്സ് വാട്ട്സ് ഡെബിറ്റ്, റൈറ്റ് സൈഡ് ഓൾവേസ് റെപ്രസെൻറ്റ്സ് ക്രെഡിറ്റ്. ഓർക്കുക, അതിന് കൂടാതെ ഒരു പ്രിപ്പോസിഷൻ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഡെറ്റഡ് ടു എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനും ക്രെഡിറ്റഡ് ബൈ എന്നുള്ള ഒരു പ്രിപ്പോസിഷനും ഉണ്ട്. ഇനി നമ്മൾ നോക്കുകയാണ്. നമുക്കിനി ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സ് ഞാനീ പറഞ്ഞു കഴിഞ്ഞു, ഈസി സ്റ്റെപ്സാണ്. ഈ സ്റ്റെപ്സ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ, 2-3 ട്രാൻസാക്ഷൻ നമ്മൾ നോക്കി നമുക്ക് ചെയ്യാം. ഒന്ന് ഞാൻ പറയുകയാണ്, നമ്മളിപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ, ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞ എൻട്രി ആണത്. അപ്പോൾ നമുക്ക് ആ എൻട്രി നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. നമ്മൾ ക്യാഷിലേക്കാണ് എൻട്രി റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ടിന് കിട്ടിയിരിക്കുന്ന ആസ്പെക്റ്റ് ഡെബിറ്റ്. നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ഡെബിറ്റ് സൈഡിൽ, ഈ സൈഡിൽ അതർ അക്കൗണ്ട് ഇൻവോൾവ് ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ, ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh. ഡേറ്റ് കാണിക്കാം 1/4. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് കൂടെ ഓപ്പൺ ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ടി ഫോമാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തു. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കിട്ടിയിരിക്കുന്ന ആസ്പെക്റ്റ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഹാസ് ഗോട്ട് ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ദാറ്റ് ഈസ് വൈ ക്രെഡിറ്റ് സൈഡ് വി സെലക്ട്. ദി അതർ അക്കൗണ്ട് ഇൻവോൾവ് ക്യാഷ് കാണിക്കുക, ബൈ ക്യാഷ് 1 lakh. ഇതാണ് അതിൻ്റെ രീതി. വലിയ കുഴപ്പമില്ല, എളുപ്പമാണ്. കാര്യം എന്താണ്? ഈ പറഞ്ഞ രീതിയിൽ ഡിറ്റർമൈൻ ചെയ്യുക, ഏത് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്ത് നോക്കുക, ആ അക്കൗണ്ടിൻ്റെ ഏത് ആസ്പെക്റ്റ് കിട്ടിയെന്ന് നോക്കുക, ആ ആസ്പെക്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സൈഡിൽ അതർ അക്കൗണ്ട് ഇൻവോൾവ് കാണിക്കുക. ഇത്രയും സ്റ്റെപ്സ്. ഇതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു രീതി. ഇനി നമുക്ക് മറ്റൊരു ട്രാൻസാക്ഷൻ കാണാം. നമ്മൾ ഫർണിച്ചർ വാങ്ങുകയാണ്. ഫർണിച്ചർ വാങ്ങുമ്പോൾ ക്യാഷ് കൊടുത്ത് പറഞ്ഞ് ഫർണിച്ചർ വാങ്ങുകയാണ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അതാണ് വരുന്നത്. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ. നമുക്ക് ഫർണിച്ചർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫർണിച്ചർ അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ടിന് ഏത് ആസ്പെക്റ്റാണ് കിട്ടിയിരിക്കുന്നത്? ഡെബിറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതണം. എന്തെഴുതണം? ടു ക്യാഷ്, പൈസ കൊടുത്താൽ വാങ്ങിയത്. ടു ക്യാഷ് 25,000. ക്യാഷ് അക്കൗണ്ടും അതിനകത്ത് ബന്ധപ്പെടുന്നതാണ്. ക്യാഷ് അക്കൗണ്ട് ഹാസ് ഗോട്ട് ക്രെഡിറ്റ് ആസ്പെക്ട്. സോ ഓൺ ക്രെഡിറ്റ് സൈഡ് ബൈ അതർ അക്കൗണ്ട് ഇൻവോൾവ് ബൈ ഫർണിച്ചർ അക്കൗണ്ട് 25,000. ഇതിൻ്റെ കോളംസ് നോക്കി നമുക്ക് ലെഡ്ജറിൻ്റെ ഫോർമാറ്റാണിത്. നമ്മൾ ഓൾറെഡി കാണിച്ച ടി ഫോമാണ്. ഇതിനകത്ത് JF എന്നൊരു കോളം ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. JF എന്ന് പറഞ്ഞാൽ നമ്മൾ ജേണലിൽ നമ്മൾ LF എന്നൊരു കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പകരം ഇവിടെ നമ്മൾ JF, അതായത് ജേണൽ ഫോളിയോ. ആ ജേണലിന് ഇവിടെ ഒരു ഫോളിയോ നമ്പറുണ്ട്. ആ ജേണൽ ഫോളിയോ നമ്പറാണ്, ആ പേജിൻ്റെ നമ്പറാണ് ഇവിടെ JF എന്ന് നമ്മൾ ലെഡ്ജറിൽ കാണിക്കുക. ഈ ലെഡ്ജറിൻ്റെ ഫോളിയോ നമ്പറാണ് അവിടെ നമ്മൾ LF എന്ന് നമ്മൾ കാണിക്കുക. അത് അഡീഷണൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റിങ്ങിൻ്റെ രീതി. ഇപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 1-2 ട്രാൻസാക്ഷൻ കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു വിചാരിക്കുക. പർച്ചേസ് ഓഫ് ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും വരിക? ക്യാഷിന് ആണ് പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, പർച്ചേസ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. പർച്ചേസ് അക്കൗണ്ടിന് എന്ത് കിട്ടി? ഡെബിറ്റ് ആസ്പെക്റ്റ് കിട്ടി. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിന് ഏത് സൈഡിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടി വരിക? പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. കാര്യം എന്താ? പർച്ചേസ് അക്കൗണ്ടിന് കിട്ടിയിരിക്കുന്നത് ഏത് ആസ്പെക്റ്റാണ്? ഡെബിറ്റ് ആസ്പെക്റ്റാണ്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷിനാണ് വാങ്ങിയെങ്കിൽ അതർ അക്കൗണ്ട് ഇൻവോൾവ് ടു ക്യാഷ് 10,000.
സെയിം രീതി ക്യാഷിന് എന്താ കിട്ടിയിരിക്കുന്നത്? ക്യാഷിന് എന്താ ആസ്പെക്റ്റ് കിട്ടിയിരിക്കുന്നത്? ക്രെഡിറ്റ് ആസ്പെക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ക്യാഷിൻ്റെ ഏത് സൈഡ് വേണം? ക്രെഡിറ്റ് ആസ്പെക്റ്റിൽ. അപ്പോൾ ബൈ പർച്ചേസ് 10,000. ഇതാണ് ഒരു രീതി. നമ്മൾ ട്രാൻസാക്ഷൻസ് കിട്ടുമ്പോൾ ഇതേപോലെ അക്കൗണ്ട് ഏതൊക്കെ അക്കൗണ്ടുകളാണ് വന്നിരിക്കുന്നത് നോക്കുക, ആ അക്കൗണ്ടുകൾക്ക് ഏത് ആസ്പെക്റ്റ് കിട്ടിയെന്ന് നോക്കുക, ആ ആസ്പെക്റ്റിൽ റെപ്രസെൻറ്റേറ്റീവ് സൈഡിൽ ദി അതർ അക്കൗണ്ട് ഇൻവോൾവ് കാണിക്കുക. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അക്കൗണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കാത്തത്. സെയിം അക്കൗണ്ട് തന്നെ. ഇപ്പോൾ നമുക്ക് വേറെ ഒരു 1-2 ട്രാൻസാക്ഷൻ കൂടെ കാണാം. അതായത് ഇപ്പോൾ സെയിൽസ് നടത്തുകയാണ്. സെയിൽസ് നടത്തുമ്പോൾ സെയിൽസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ക്യാഷ് സെയിൽസാണ് വിചാരിക്കുക. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസാണ് വരിക. അപ്പോൾ നമുക്ക് ആദ്യം ഡെബിറ്റ് സൈഡ് കിട്ടിയിരിക്കുന്നത് ഏതിനാണ് കിട്ടിയിരിക്കുന്നത്? ക്യാഷ് അക്കൗണ്ടിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആസ്പെക്റ്റ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഏത് സൈഡിലേക്ക് പോകണം? ഡെബിറ്റ് സൈഡിലേക്ക് പോകണം. നമ്മൾ എന്താ എഴുതണം? ടു സെയിൽസ്. ഇപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ കിട്ടിയിരിക്കുന്ന ആസ്പെക്റ്റ് ഏതാണ്? ക്രെഡിറ്റ് ആസ്പെക്റ്റാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് 15,000. ഇത് നമ്മളിങ്ങനെ നമ്മുടെ ക്യാഷ് അക്കൗണ്ട് മാത്രം പറഞ്ഞ ക്യാഷ് അല്ല, ഏതാണെങ്കിലും ക്യാഷ് അക്കൗണ്ട് എടുത്തുമ്പോൾ എല്ലാം മിക്കവാറും കൂടുതൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് വരാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് വരാം. നമുക്കിപ്പം എഴുതാനുള്ള സൗകര്യത്തിനാണ് ഞാൻ ക്യാഷ് മാത്രം എടുത്തുകൊണ്ട് ഇവിടെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് അക്കൗണ്ട് കിട്ടിയാലും നമ്മൾ നോക്കേണ്ട ക്യാഷ് അല്ല, ഏതാണെങ്കിലും ഏത് അക്കൗണ്ട് കിട്ടിയാലും ശരി ഒരുപാട് അക്കൗണ്ടുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോഴവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്. എന്താണ്? ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള ഏത് അക്കൗണ്ടിലേക്കാണോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നോക്കുക, ആ അക്കൗണ്ടിന് ഏത് ആസ്പെക്റ്റാണ് കിട്ടിയതെന്ന് നോക്കുക. ഒന്നുകിൽ ഡെബിറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഡെബിറ്റ് കിട്ടിയ ആസ്പെക്റ്റിൻ്റെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ഇങ്ങനെ നമുക്ക് ഡെബിറ്റ് ആസ്പെക്റ്റ് കിട്ടിയ ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ അതർ അക്കൗണ്ട് ഇൻവോൾവ് കാണിക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിളാണ്. അല്ലാതെ വേറൊന്നും അതിനകത്ത് നമുക്ക് ചിന്തിക്കാനില്ല. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് ഓർത്തിരിക്കാം. ഇത്രയാണ്. ഇനി ക്രെഡിറ്റ് ആസ്പെക്റ്റ് കിട്ടിയിരിക്കുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടതില്ല? അതർ അക്കൗണ്ട് ഇൻവോൾവ്. ആ ട്രാൻസാക്ഷൻ്റെ മറ്റേ അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പോസ്റ്റിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമുക്കിനി അടുത്തത് നമുക്ക് ഈ പോസ്റ്റിങ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് ബാലൻസ് എടുക്കുക, ബാലൻസിങ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സംശയം പോസ്റ്റിങ്ങിന് ഈ സ്റ്റെപ്സിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ കൃത്യമായ ഉത്തരം നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നോക്കുക. ഈ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.